വെൽക്കം ടു ഇൻഫിനിറ്റോറ. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കണവ നിറച്ചത് അല്ലെങ്കിൽ കൂന്തൽ നിറച്ചത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 മീഡിയം സൈസ് കണവ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കണവയുടെ സൈഡിലുള്ള ചിറക് പോലത്തെ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്തെടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ 3 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലോട്ടൊരു 15 ചെറിയ ഉള്ളി ചതച്ചെടുത്തത് കൂടെ ഞാൻ ചേർക്കുവാണേ. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തതൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഉടയുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടി ആഡ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കണവ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചിറകിൻ്റെ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, അത് നമുക്ക് ആഡ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണവ. അതിലേക്ക് കുറച്ച് മല്ലിയില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ഇട്ട് കൊടുക്കുവാണേ. ഇന്നേരം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് കൂടി കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് കണവയിലോട്ട് ഈ ഫില്ലിങ് നിറച്ചെടുക്കാം. ഇങ്ങനെ കണവയുടെ ആ ഒരു എൻഡ് പിടിച്ച് തുറന്നിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് മസാല പതുക്കെ നിറച്ചു കൊടുക്കാം. കണവയുടെ എൻഡിൽ വരെ മസാല എത്തുന്ന രീതിയിൽ അകത്തോട്ട് കയറ്റി നിറയ്ക്കുക. ഇപ്പം ഇത് ഫില്ലായി. ഇനി ഇതിൻ്റെ അറ്റത്ത് നമുക്കൊരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ കണവയും ഫില്ല് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത 5 കണവയും വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 6 മിനിറ്റ് വേവിച്ചാൽ മതി. അതിൽ കൂടുതൽ വെന്ത് പോയാൽ ഒരു റബ്ബറി ടെക്സ്ചർ അതിന് ഉണ്ടാവും. അതുകൊണ്ട് 5 അല്ലെങ്കിൽ 6 മിനിറ്റ് മാക്സിമം വേവിച്ചാൽ മതിയാവും. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, കണവയെല്ലാം നല്ല വീർത്ത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കണവയിൽ പുരട്ടേണ്ട മസാല ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പ്ലേറ്റിൽ ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ, കുഴയാൻ പാകത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മസാല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് ഓരോരോ കണവകളായിട്ട് എടുത്തിട്ട് നമുക്കതിൻ്റെ പുറത്ത് തേച്ച് പിടിപ്പിക്കാം. അഞ്ച് കണവയും മസാല തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്കൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമ്മുടെ കണവ പീസസ് ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണവ പൊരിക്കുമ്പോൾ അറിയാമല്ലോ, ചെറുതായിട്ടത് ഇങ്ങനെ പൊട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അടപ്പ് യൂസ് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എടുക്കാം, എണ്ണയിൽ നിന്നും എടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ അത് കഴിച്ചു നോക്കിയാലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ.